ഡോജി എന്ന കമ്പനിയുടെ ഡോജി V31 GT എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡോജി V31 GT എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ 10,800 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. സാധാരണ നമ്മൾ 5000 mAh മുകളിലുള്ള ബാറ്ററി കപ്പാസിറ്റി ഉണ്ടെങ്കിൽ തന്നെ വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയാറുണ്ട്. ഈ ഫോണിൽ അതിൻ്റെയൊക്കെ ഡബിൾ വരുന്നുണ്ട്. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. അതും എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം IP68 അതുപോലെ തന്നെ 69K റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണും കൂടിയായിരിക്കും ഈ ഒരു ഫോൺ. ബിൽഡ് ക്വാളിറ്റിയും എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ക്യാമറയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 MP 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി IMX 766ൻ്റെ മെയിൻ ക്യാമറ സെൻസറാണ്. പിന്നെ 24 MP ഒരു നൈറ്റ് വിഷൻ ക്യാമറയൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ 8 MP ഒരു സെൻസറും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ടെർമൽ ഇമേജിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 12 GB റാം കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ എക്സ്റ്റൻഡഡ് റാം എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതും ടോട്ടലായിട്ട് 20 GB റാമൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ബേസ് വേരിയന്റിൽ തന്നെ 256 GB ഇന്റേണലൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ mediatek dimensity 1080 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. പക്ഷേ ഈ ഫോണിൻ്റെ വില 44,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര നല്ലൊരു പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഇതിൽ വരുന്നുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. LCD പാനലേ ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു 44,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പഞ്ചോൾ ഡിസൈൻ. പക്ഷേ ഇതിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനേ വരുന്നുള്ളൂ. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റൊക്കെ വരുന്നുണ്ട്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 480 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ റഗഡ് ഫോണാണ്. അതുകൊണ്ട് തന്നെ സൈഡിൽ വലിയ ബെസൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സാധാരണ റഗഡ് ഫോൺസിൽ അങ്ങനെയാണ്, ബെസൽസൊക്കെ അത്യാവശ്യം വലുതായിട്ട് വരാറുണ്ട്. പിന്നെ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 389 ഗ്രാമാണ്. അത്യാവശ്യം വെയിറ്റ് കൂടിയ ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി അത്യാവശ്യം കൂടുതലാണ്. അതുകൊണ്ടാണ് വെയിറ്റൊക്കെ കൂടിയത്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 17.9 mm ആണ്. അപ്പോൾ തിക്നെസ്സും അത്യാവശ്യം നല്ലോണം കൂടുതലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റി കൂടിയതാണ് ഒരു കാരണം. പിന്നെ ബിൽഡ് ക്വാളിറ്റിയും മറ്റൊരു കാരണമാണ്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ ഇന്ത്യയിലെ വിലയായിട്ട് കാണിക്കുന്നത് 43,830 രൂപ എന്ന പ്രൈസിങ്ങിലാണ്. പിന്നെ ഇന്ത്യയിലോട്ട് ഷിപ്പിംഗ് ഉണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റഗഡ് സ്മാർട്ട് ഫോണാണ് ഈ ഒരു ഫോൺ. പിന്നെ ബേസ് വേരിയന്റിൽ തന്നെ 12 GB റാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിൽ നൈറ്റ് വിഷൻ ക്യാമറയും ടെർമൽ ഇമേജിങ്ങും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ബാക്കി പല ഫീച്ചേഴ്സും അത്ര മികച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സോ പ്രോസസ്സറോ ഒന്നും തന്നെ ഇതിൽ കൊടുത്തിട്ടില്ല. എന്തായാലും ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോണാണ് ഡോജി V31 GT എന്നൊക്കെ പറയാവുന്നതാണ്. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഈ ഒരു ഫോൺ എടുക്കാൻ റെക്കമെൻഡ് ചെയ്യുമോ എന്ന് വെച്ചാൽ അധികം റെക്കമെൻഡ് ചെയ്യില്ല. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം വെയിറ്റും തിക്നെസ്സോ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മികച്ചൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ മികച്ചൊരു ലുക്കോ അല്ലെങ്കിൽ മികച്ചൊരു പ്രോസസ്സറോ തന്നെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ബെറ്റർ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഫോണുകൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ല നിങ്ങൾക്ക് ബിൽഡ് ക്വാളിറ്റി അതുപോലെ തന്നെ വലിയൊരു ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാവുന്നതാണ്. അത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.